അച്ഛാ ആ ഇതാ കോഴിക്കട്ട, കോഴിക്കട്ട മസാല കോഴിക്കട്ടയാണേ. മസാല കോഴിക്കട്ട അല്ലേ? കഴിച്ചു നോക്കി എങ്ങനെയുണ്ട്? മസാല കോഴിക്കട്ട നല്ല രസമുണ്ട് കേട്ടോ, നല്ല രുചിയുണ്ട്. രുചിയില്ല? ഇത് നാളെ ആ. രാവിലേക്ക് കൊടുക്കട്ടെ, രാവിലെ ചായക്കും നല്ല രുചിയുണ്ട്. അപ്പോൾ മസാല കോഴിക്കട്ട എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. 2 കപ്പ് വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ടേ. തിളച്ച് വന്ന വെള്ളത്തിലേക്ക് 1 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്നത് വാട്ടിയെടുക്കാവേ. നന്നായി ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതൊന്ന് ചൂടാറാൻ വയ്ക്കാം. ഇളം ചൂടോട് കൂടെ കുഴച്ചെടുക്കാം. ഏകദേശത്തെ ഈ പരുവായി കഴിഞ്ഞാൽ നമുക്കത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അരിപ്പൊടി നന്നായി തിളപ്പിച്ച കാരണം പകുതി വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതേ നമ്മുടെ അരിപ്പൊടിയുടെ ബോൾസ് ഇവിടെ റെഡി. ഇനി അതൊരു 10 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇഡ്ഡലിത്തട്ടിലാട്ടോ വേവിക്കുന്നത്. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച കടായിലേക്ക് ഒരു ഉള്ളി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. 1 തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളി വെന്ത് വന്നാൽ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂണോളം മല്ലിപ്പൊടി, ചിക്കൻ മസാല 1/2 സ്പൂൺ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കൊഴുക്കട്ട വെന്തു കേട്ടോ. വെന്ത മസാലയിലേക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. വേവിച്ച് വെച്ച കൊഴുക്കട്ട മിക്സാക്കിയെടുക്കാം. മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം, മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ട റെഡിയായേ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യാം.